മുഹമ്മദ് അട്ടൂർ എന്ന മാമിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയിരിക്കാമെന്നാണ് നേരത്തെ PV അൻവർ ആരോപിച്ചത്. മുഹമ്മദ് അട്ടൂരിൻ്റെ ഭാര്യ റംല ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. അട്ടൂരിനെ കാണാതായിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ്. ബുധനാഴ്ച 21-ാം തീയതിക്ക് ഒരു വർഷമായി. ഇപ്പോൾ PV അൻവറിൻ്റെ ആ പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചു. അത് PV അൻവറിൻ്റെ MLA സാറിൻ്റെ അനുഭവങ്ങളാണ് സാറ് പറയുന്നത്. അത് അതിൽ മാമിൻ്റെത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. മാമിൻ്റെത് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. മാമിനെ അപായപ്പെടുത്തി എന്ന് മാമി പോയതിൻ്റെ പിറ്റേന്ന് മുതൽ നമ്മൾ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കേൾക്കുന്നു, പത്രത്തിലൂടെയും പറയും അപായപ്പെടുത്തി. ഇന്നിപ്പോൾ TV-ലൊക്കെ ഉണ്ട് അപായപ്പെടുത്തി. ആരെ അപായപ്പെടുത്തി, എങ്ങനെ അപായപ്പെടുത്തി, എന്തിനെ അപായപ്പെടുത്തി എന്ന് കറക്റ്റ് തെളിവില്ലല്ലോ. തെളിവ് സഹിതം പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ നമ്മളൊരു ഒരു SIT രൂപീകരിച്ചതും അത് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അല്പസമയം മുമ്പ് വരെ സംഘത്തിൽപ്പെട്ട ഒരു സാറിനെ വിളിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ടീച്ചർ ഇപ്പോഴാണ് യഥാർത്ഥ റൂട്ടിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഏതാനും കുറച്ച് സമയം കൂടി എടുക്കും. കറക്റ്റ് സമയത്ത് നമുക്ക് പറഞ്ഞുകൂടാ, ഇന്ന സമയമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ മുമ്പ് ജി സാറിനോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, സാർ എന്താണ് ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞ വർത്താനം എന്താണെന്ന് വെച്ചാൽ മാമി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തും, ഇല്ലെങ്കിൽ അതും നമ്മൾ കണ്ടെത്തും. എന്തായാലും ഞാൻ പറഞ്ഞ എനിക്ക് ഒരു യെസ് ഓർ നോ ഒരു ഉത്തരം എനിക്ക് കിട്ടണം. അത് തീർച്ചയായും നമ്മൾ തന്നിരിക്കും. ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ്, ഇല്ലെങ്കിൽ അതിൻ്റെ തെളിവ് നമുക്ക് തരും എന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇത് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഒരു സമയത്ത് പറഞ്ഞ കാര്യമാണത്. ഈ കേസ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ, അതായത് പോലീസിൻ്റെ തന്നെ ഉന്നത തലത്തിൽ നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രധാനമായും ഒരു വർഷം പിന്നിടുന്നു. ആ ഘട്ടത്തിലാണ് ചോദിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇത് അട്ടിമറിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കങ്ങനെ എനിക്ക് അട്ടിമറിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇപ്പം ഒരു ഭാര്യയും മക്കളും ആണെങ്കിലും എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ ഒരു അന്വേഷണം വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാര്യയോടും ആ കുടുംബത്തിനും അതിൻ്റെ പശ്ചാത്തലത്തോടും അന്വേഷിച്ചാൽ മതി. മാമിയെ സംബന്ധിച്ചിടത്തോളം 4 ഭാര്യമാരും 4 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ പശ്ചാത്തലം എല്ലാം അന്വേഷിച്ച് വരുമ്പോൾ പോലീസിന് സമയം എന്തായാലും പിടിക്കും. അതായത് പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ്. തുടക്കത്തിൽ കുറച്ച് അപവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഉടനെ തന്നെ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു ഭാഗം ആളുകൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ CBIക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമോ? എത്ര കാലം നമ്മൾ കാത്തിരിക്കണം? ഇവിടെ ഏത് മിസ്സിങ് കേസാണ് ഒരു CBI തെളിയിച്ചിട്ടുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ ഈ പോലീസിൽ എന്താണ് ഇപ്പോൾ ഞാനൊരു ഒരു 99 ഒരു 100% പോലെ തന്നെ ഞാൻ പോലീസിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. അവർ പറയണം നമ്മളെ കൊണ്ടത് പറ്റില്ല, ഇത് CBIക്ക് കൊടുക്കണം ടീച്ചർ എന്ന് എന്നോട് പറയുന്ന ആ നിമിഷം ഞാൻ എന്ത് ചെയ്യും? CBIക്ക് അപ്പോൾ ഞാൻ കൊടുക്കും. ഇപ്പോൾ അവരുടെ ഉത്തരത്തിന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതായത് SITൻ്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത്. ശരിയായ ദിശയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതിന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉറപ്പെന്താണ്? അവരിപ്പോൾ ഇത് അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തുന്ന തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ അവരാണല്ലോ ഈ ടീമിനെ വെച്ചതും അന്വേഷിച്ചതും അവർ തന്നെയാണല്ലോ. അവർ പറഞ്ഞിട്ടാണല്ലോ. നിയമസഭയിൽ മുനീർ MLA പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് ADGP MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടു എന്നൊന്നും നമ്മൾ കരുതുന്നില്ല. അങ്ങനെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഈ SIT ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ആർക്കാ കൊടുക്കുക? ADGPക്കല്ലേ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് വേറെ ആളുണ്ടാവില്ലേ? അപ്പോൾ വേറെ ആർക്ക് കൊടുക്കണം? അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു SITയിൽ ഞാൻ വിശ്വസിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനെ പോകുന്നതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടുന്നുമുണ്ട്. ഈ സംഘം തന്നെ തുടർന്നും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതെ, തുടർന്നവർ അന്വേഷിക്കണം. കാരണം ഇവർ എത്തിയിട്ടില്ലല്ലോ. ഇവർ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടില്ലേ ഉള്ളൂ. 1 മാസം ഇത്ര സംതിങ് അങ്ങനത്തെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ മുന്നോട്ട് പോയി ഇവർ തെളിവ് നമുക്ക് തരട്ടെ. അത് തന്നിട്ട് ഇവർക്ക് പറ്റില്ലെങ്കിൽ ഇവർ പറയും. അപ്പോൾ നമുക്ക് അടുത്ത ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മാമിയുടെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു ഈ പോലീസിൻ്റെ അന്വേഷണം വഴിതെറ്റിപ്പോയി എന്നൊക്കെയുള്ള ഒരു ആരോപണം, ഒരു ആക്ഷേപം അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഈ ഇത്രയും കാലതാമസം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെപ്പറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനെപ്പറ്റിയെന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരുടെ മനോഗതിയാണ്. കാരണം എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടണം. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം CBIക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ ഞാൻ മരണപ്പെട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ആൻസർ ഒരു 8-10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അതിന് തിരിച്ച് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുക. പക്ഷേ നമുക്ക് ശരിയായ ഉത്തരത്തിൽ, കാരണം എനിക്കിപ്പോൾ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഭർത്താവാണ്. അപ്പോൾ എനിക്കൊരു ജീവിതം വേണം, എൻ്റെ മക്കൾക്ക് വാപ്പാനെ വേണം. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മകനെയും കാത്ത് ഉമ്മയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ CBIക്ക് കൊടുത്ത ഏത് കാലത്ത് അതിൻ്റെ ഉത്തരം കിട്ടുക? അപ്പോൾ ഇവരുടെ അടുത്ത് ഉത്തരം കിട്ടിയതിന് ശേഷം ഇവർക്ക് പറ്റില്ലെങ്കിലാണല്ലോ അതിന് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ആ നിലക്ക് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ.
അതായത് പി വി അൻവറിൻ്റെ അത്തരത്തിലുള്ള ആരോപണത്തിൽ ശരിയുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പി വി അൻവർ അതങ്ങനത്തെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ അറിയില്ലല്ലോ. എനിക്ക് എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതെനിക്ക് പറയാൻ പിന്നെ താല്പര്യമല്ല. പോലീസിൽ നിന്ന് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്ന ഉറപ്പെന്താണ്? ഇപ്പം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു നമ്മൾ ഏതാനും ടീച്ചർ ഞാൻ എപ്പോഴും ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച പോലീസ് സംസാരിക്കുന്ന സമയത്ത് മറ്റേ സാറിൻ്റെ ജിജി സാറിൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരാൾ ചോദ്യം ചെയ്യുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാനും ഒരു മണിക്കൂർ മുമ്പ് ഞാൻ സംസാരിച്ചപ്പോഴും അപ്പോൾ ശരിയായ ദിശയിൽ തന്നെയാണ് അവർ പറഞ്ഞു. ടീച്ചർ പേടിക്കണ്ട, ഇപ്പോഴാണ് നമ്മളെല്ലാം അന്വേഷിച്ചപ്പോൾ നമ്മൾ യഥാർത്ഥ റൂട്ടിലെത്തിയത് ഇപ്പോഴാണെന്നാണ് ഇവർ പറയുന്നത്. അന്വേഷണ സംഘം പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു 10 ദിവസം 15 ദിവസം, പക്ഷേ അപ്പോഴൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം കറക്റ്റ് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓടിപ്പോയിട്ട് ആളെ പിടിക്കാൻ പറ്റില്ല. ഇത് ഓരോ മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ്. അത് ചുഴിഞ്ഞ് അന്വേഷിച്ച പോലീസ് പുറത്ത് കൊണ്ടുവരണ്ടേ? ഓടിപ്പോയിട്ട് ഒരു സ്ഥാനം എടുത്തുകൊണ്ടേ പോയി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഏതായാലും അദ്ദേഹം പോയി. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക, കിട്ടട്ടെ. കാരണം എന്തായാലും പിന്നെ അദ്ദേഹത്തിന് ആര് എന്തിന് കൊണ്ടുപോയതിൽ ഉത്തരവാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടാതപ്പോൾ അവിടെ അങ്ങനെ കൊന്നിട്ടുണ്ട്, ഇങ്ങനെ കൊന്നിട്ടുണ്ട്, കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് 99% തുടക്കത്തിലെ പോലീസുകാരും പറയുന്നുണ്ടായിരുന്നു 99% മാമി അപായപ്പെട്ടിരിക്കാം. പക്ഷേ നമ്മൾ ആ 1% നമ്മൾ പിടിച്ചു നിൽക്കുക. കാരണം ഒരാൾ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാളെ മരിച്ച് അയാളുടെ ഇതാണ് കൊണ്ടുപോകാൻ പറയുള്ളൂ. ഇത് അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ 100% വീണ്ടും വിശ്വസിക്കാനേ കിട്ടും. ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി എന്തിനാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ അപായപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു 100% തെളിവ് നമുക്ക് കിട്ടണം. പോലീസിനെ അവിശ്വസിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ. ഇപ്പം അവിശ്വസിക്കുന്നില്ല. ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം തന്നെയാണ് എൻ്റെ ഇതിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി ബാക്കിയുള്ളവരൊന്നും എനിക്കറിയില്ല. ആക്ഷൻ കമ്മിറ്റി അടക്കം ചില ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് കുടുംബത്തിന് പുറമെ. അതിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇൻ്റെതല്ലേ പറയാൻ പറ്റുള്ളൂ. ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ മൊത്തത്തിലാണ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഇതില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നീണ്ടു പോകരുത്, എനിക്ക് ഭർത്താവിനെ കിട്ടണം. ഈ മാമിക്ക് ഈ റിയൽ എസ്റ്റേറ്റിന് പുറത്ത് മറ്റെന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? അത് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യമായിട്ട് പിന്നെ ഈ സ്ഥല കച്ചവടം അങ്ങനത്തെ ഇങ്ങനെ എന്തെങ്കിലും വല്ല ഷോപ്പ് അങ്ങനത്തെ ഒക്കെ കേട്ടിട്ടുള്ളൂ. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി എന്തെങ്കിലും ബന്ധം? ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് എനിക്കറിയില്ല. അതിപ്പോൾ നിങ്ങൾ ടി വിയിൽ അങ്ങനെ പറയുന്നു സ്വർണ്ണക്കടത്ത് വേണ്ടി കൊല്ലപ്പെടുത്തി. ആ കൊല്ലപ്പെടുത്തിയതിന് തെളിവുണ്ടോ? ആര് കൊന്നു, എന്തിനു കൊന്നു തെളിവുണ്ടോ? ഇല്ലല്ലോ. സ്വർണ്ണക്കടത്ത് സംഘവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നല്ലോ. നോ ഐഡിയ. എനിക്കറിയില്ല. അത് അങ്ങനത്തെ ഒരു സ്വർണ്ണക്കടത്ത് സംഭവമേ നമുക്കറിയില്ല. അതായത് ഇപ്പോൾ പി വി അൻവർ ആരോപിക്കുന്നത് പോലെ അന്വേഷണ സംഘത്തെ മാറ്റുകയൊന്നും വേണ്ടല്ല. അതോടൊപ്പം തന്നെ ADGPക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും അത്രത്തോളം മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നുമില്ല. ഇല്ല, ADGPക്കെതിരെ ഇപ്പോൾ പറയാൻ ഞാൻ അതല്ല ഇപ്പോഴത്തെ സംഘം അന്വേഷിച്ച് ഇത് കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ചെയ്യുക എവിടെയാണ്? സാറിൻ്റെ അടുത്തല്ലേ. അപ്പോൾ സാർ അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടതാണെങ്കിൽ അത് സർക്കാരും ഇത് നോക്കിക്കോട്ടെ. അദ്ദേഹം പോരാത്ത ഒരാളാണെങ്കിൽ അത് സർക്കാർ നിയമിക്കട്ടെ, വേറെ ആളപ്പോൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് പറയണം. ഇപ്പോൾ ഈ സംഘമാണല്ലോ, ഇപ്പോൾ ADGP നേരിട്ട് വന്നല്ലല്ലോ ഇപ്പം അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ പോലീസുകാരാണല്ലോ അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹത്തിനെ കുറിച്ച് എന്താണെന്ന്. ഇനിയും നമുക്ക് വരും ദിവസങ്ങളെ നമുക്ക് കാത്തിരിക്കാം. CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികളൊന്നും ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ നേരായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ മുന്നോട്ട് പോകണം. എന്നിട്ട് മാമിനെ കുറിച്ച് ഇവർ കിട്ടും, ഇവർക്ക് പ്രതീക്ഷ ഉണ്ട്. ഇപ്പോൾ ഇവർ നേരായ റൂട്ടിൽ തന്നെ പോകുന്നത്. ഇവർ പറയാണ് നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആ നിമിഷം ഞാൻ CBIക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതുവരെ കാത്തിരിക്കാം. ഏതായാലും ഇവർ പറയുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ ആ പ്രതികരണത്തോടെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ താനില്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ കൃത്യമായി പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉയർന്ന ഏജൻസികൾ, അതായത് CBI അടക്കമുള്ള ഏജൻസികളൊന്നും ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് വരേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി അവർ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.